ഹലോ മക്കളുമാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. എല്ലാവരും സേഫ്റ്റി ആയിട്ടിരിക്കുക. മഴയും കാറ്റുമൊക്കെ അല്ലേ, എല്ലാവരും സൂക്ഷിക്കുക. ഇപ്പം നമുക്ക് നാടൻ രീതിയിലുള്ള ഒരു ചിക്കൻ കറി വെച്ചാലോ? ഇപ്പം ചിക്കൻ കറി വെക്കാനായിട്ട് അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഒരു തേങ്ങ അരയ്ക്കാൻ വേണ്ടി നമ്മൾ ഒരു മുറി തേങ്ങ ചെറിയ പീരകളായിട്ട് ചിരണ്ടിയെടുക്കുക. എടുത്തതിന് ശേഷം നമ്മൾ അതിൽ ചേർത്ത് കൊടുക്കുന്ന മസാല പിന്നെ മസാല ചേർക്കത്തില്ല. ഇപ്പം ഈ തേങ്ങയ്ക്കകത്ത് അരയ്ക്കാനാണ് മസാലകളെല്ലാം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു സ്പൂണ് കുരുമുളക് പൊടി കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് 2 പട്ട, 5 ഗ്രാമ്പു, 2 ഏലയ്ക്ക, ഒരു പിടി കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെന്ന് പറഞ്ഞാൽ ലേശം കരിവേപ്പില, ഇത്രയിട്ട് തേങ്ങ വറുത്ത് നല്ല രീതിയിൽ വറുത്തെടുക്കുക. വറുത്തെല്ലാം ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ 2 സ്പൂണ് മുളക് പൊടി, 1.5 സ്പൂണ് മല്ലിപ്പൊടി, 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി. ഇത്ര ഇറക്കി വെച്ചതിന് ശേഷം ഇടാവുള്ളൂ, ഇല്ലെങ്കിൽ പൊടിയെല്ലാം കരിഞ്ഞു പോകും. തേങ്ങയ്ക്ക് നല്ല ചൂടുണ്ടല്ലോ, അപ്പോൾ അതെല്ലാം അങ്ങ് കരിഞ്ഞു പോകും. കരിയാതിരിക്കാനാണ് നമ്മൾ ഇറക്കി വെച്ചിട്ട് ചെയ്യുന്നത്. പിന്നെ വീണ്ടും നമ്മൾ ചട്ടി അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചേർത്ത് കൊടുക്കുക. നമ്മൾ തേങ്ങ വറുത്തരയ്ക്കുന്നതുകൊണ്ട് വെളിച്ചെണ്ണയാണല്ലോ, അപ്പോൾ വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കും. വെളിച്ചെണ്ണയുടെ ടേസ്റ്റാണല്ലോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടതിന് ശേഷം അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ കൊച്ചുള്ളിയാണ് ഞാൻ ഇതിനകത്ത് കൂടുതൽ ചേർക്കുന്നത്. ഭയങ്കര ടേസ്റ്റാണ് കൊച്ചുള്ളി ചേർത്ത് കറി വെച്ച്. പിന്നെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞ ഒരു സവാളയും കൂടി ഇട്ട് കൊടുക്കുക. അതെല്ലാം നല്ല രീതിയിൽ മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ വാടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ ഒരു തണ്ട് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് എല്ലാം വാടി കഴിയുമ്പോൾ അതിൽ ഉപ്പും ഇട്ട് കൊടുക്കുക. നമ്മളിപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ തക്കാളി ഇട്ട് കൊടുക്കുക. പച്ചമുളക് ഇപ്പം നമ്മൾ ഇടത്തില്ല, ലാസ്റ്റേ എടുത്തുള്ളൂ ഇറക്കാൻ നേരത്ത്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ മുന്നിട്ട് നോക്കും, നല്ല ടേസ്റ്റാണ് നേരം. അങ്ങനെ ഒന്ന് വെച്ച് എല്ലാവരും നോക്കണം കേട്ടോ. പിന്നെ ഇറച്ചിയും കൂടെ വാരിയിട്ട് അത് വേവിച്ചെടുക്കുക. മൂടി വെച്ച് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കുക. വേവിച്ചതിന് ശേഷം അപ്പോൾ എല്ലാവരും വേവിച്ച് അതെല്ലാം സെറ്റായി വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങ മസാല എല്ലാം കൂടെ അരച്ച് വെച്ചില്ലേ, അത് ഒഴിച്ച് ഇളക്കി യോജിപ്പിച്ചു നല്ല രീതിയിൽ കുറുകയിരിക്കും. ഇപ്പോൾ ഇളക്കി യോജിപ്പിച്ച് സെറ്റാക്കി വെച്ച് മൂടി വെച്ചു. ആവശ്യത്തിനുള്ള ഉപ്പ് ഇനി പോരാത്ത ഉപ്പ് വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. ഇട്ടതിന് ശേഷം മൂടി വെച്ച് നല്ലോണം കഴുകിയൊക്കെ ഒഴിച്ച് മൂടി വെച്ച് നല്ലോണം വേവിച്ചെടുക്കുക. വേവിച്ചെല്ലാം സെറ്റായി വരുമ്പോഴത്തേക്ക് കറി നല്ല കുഴാന്നിരിക്കും. അപ്പം പിറ്റേന്നൊക്കെ വെച്ച് കൂട്ടാനും നല്ല ടേസ്റ്റാണ്. നമ്മൾ ഇന്ന് ഒരു ദിവസത്തേക്ക് പിറ്റേന്ന് കൂട്ടാനോ ഭയങ്കര ടേസ്റ്റ്, അന്ന് കൂട്ടാനും ടേസ്റ്റാണ്, അത് ഭയങ്കര ടേസ്റ്റാണ്. ഇതൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും ഇത് വെച്ച് നോക്കി കുറ്റമായാലും നല്ലതായാലും ചീത്തയായാലും നിങ്ങൾ കമൻ്റായിട്ട് എന്നോട് പറയുക. അപ്പം എൻ്റെ അമ്മയൊക്കെ പണ്ട് ഈ രീതിയിലാണ് കോഴി കറി വെക്കുന്നത്. അത് ഏത് കോഴിയായാലും നാടൻ കോഴിയെ ഇതുപോലെ വെക്കുകയെന്ന് ഭയങ്കര ടേസ്റ്റാണ്. നാടൻ കോഴി നമ്മളിങ്ങനെ വെച്ച് കഴിക്കുകയാണെങ്കിൽ. പണ്ടുള്ളവർ നാടൻ കോഴിയാണല്ലോ, ഇന്നത്തെ കാലത്തല്ലേ ഈ വരവ് കോഴിയൊക്കെ തിന്നും. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.